ആരെ വേണം? ശക്തി എന്തി? അങ്ങനെ ആരും ഇവിടെ ഇല്ല. പൊയ്ക്കോളൂ. മതി നിങ്ങളുടെ നാടകം. ശക്തി എവിടെ നിന്ന് പറ. നാടകം കളിക്കുന്നത് നിങ്ങളാ. നിങ്ങൾ കാരണം ഈ വീടിന്റെ സ്വസ്ഥത തകർന്ന് തരിപ്പണമായി. വീണ്ടും എന്ത് ഭാവിച്ചാ നിങ്ങൾ ഇവിടെ? ശക്തി, ശക്തി, ശക്തി പുറത്തു വാ. ഇതിൽ കൂടുതൽ അപേക്ഷിക്കാൻ എനിക്ക് വയ്യ. എന്താ ഇത്? ശക്തി, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? മുട്ടുകുത്തു നിന്ന് യാചിക്കണോ? ശക്തി എവിടെ? പൂർണ്ണി എവിടെ? പൂർണ്ണി, പൂർണ്ണി, ശക്തി എവിടെ? പൂർണ്ണി, ശക്തി എവിടെ ഒളിച്ചിരിക്കുന്നത്? പൂർണ്ണി, ശക്തി എവിടെ? ശക്തി ഇങ്ങോട്ട് വന്നില്ലേ? എന്താ നീ പറയുന്നേ? അവളെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്നോടാണോ ചോദിക്കുന്നത്? 5:30 മണിക്ക് ഹോസ്പിറ്റലിൽ വിട്ട് പോന്നോളൂ. ഇനിയും വന്നിട്ടില്ല. വന്നില്ല? എന്ത് ചെയ്തു? എന്ത് ചെയ്തു എൻ്റെ മോളെ? ഡോക്ടർ ശക്തി, ചൈൽഡ് ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എഗ്മോർ ചൈൽഡ് ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാ. 23 വയസ്സ്, 5 feet 3 inches. 5 feet 3 inches, ബ്രൗൺ കളർ സാരി, ബ്ലാക്ക് കളർ, സ്റ്റെക്ട്, ഹാൻഡ് ബാഗ്. സർ, ID കാർഡ്. ഹോസ്പിറ്റലിൽ ഐഡന്റി കാർഡും ഉണ്ട്. നോക്കി പറ. ഒന്നുമില്ലേ? എന്തെങ്കിലും വിവരം കിട്ടിയ വിളിച്ചറിയിക്ക്. ഓക്കെ. മാസം 14-ാം തീയതിയിലേക്ക് വെച്ചിരിക്കുന്ന ആ കൊലപാതക കേസില്ലേ, അതിലെ സാക്ഷികളെ ഒന്ന് വിളിച്ചു വരുത്തി നന്നായിട്ടൊന്ന് പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ ക്രോസ് വിസ്താരത്തിൽ അവർ ഞഞ്ഞാ പറഞ്ഞ് ആകെ കൊളവാക്കും. അവന്റെ ഡ്രസ്സും എല്ലാം എടുത്തോണ്ട് അവൻ ഇവിടുന്ന് പോകാൻ പോകുന്നു. അയ്യോ, അവനെ കഷ്ടപ്പെടുത്തല്ലേ. നീ തന്നെ എല്ലാം എടുത്ത് അടുക്കി വെച്ചു കൊടുക്ക്. എന്തോ ഈ പറയുന്നേ? എന്നെ വരട്ടുകയാണോ? മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പ് സ്വന്തം തന്തയോടാ വെല്ലുവിളി. എന്തിനാ നീ കരയുന്നേ? സ്വന്തം ചേച്ചിക്ക് വന്ന കല്യാണം മുടക്കിയിട്ട് നീ എന്തിനാ നിന്ന് കരയുന്നേ? മുതലക്കണ്ണീര്. അങ്ങനെ ഒരു കല്യാണം എനിക്ക് വേണ്ടമ്മേ. നിനക്ക് ആവശ്യമില്ലായിരിക്കും. ഇവളെ നോക്ക്, ആരും അറിയാതെ എല്ലാരും ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയി കല്യാണം കഴിച്ചില്ലേ? മാനം കെട്ടവൾ. ഞാൻ പറയുന്നത് എഴുതി വെച്ചോ. 6 മാസത്തിനകം വയറ് വീർപ്പിച്ച് നട റോഡിൽ ഇറങ്ങി നിൽക്കാൻ പോണു. കാർത്തിക്, നിൽക്ക്. അവനെ ഇവിടെ തടഞ്ഞു നിർത്തുന്ന ആരായാലും ശരി, അവർക്ക് വെളിയിൽ പോവാം. ഔട്ട്. എന്താ നിങ്ങൾ എന്താ ഈ പറയുന്നേ? നിന്നോടും കൂടിയാ പറയുന്നേ. നീയും പോകുന്നോ? പൊയ്ക്കോ. ഇനി നീയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇറങ്ങണി വെളിയിൽ. കരയില്ലേ മോളെ, കരുത്ത ഇപ്പൊ കാണിക്കുന്നത്. നീ എവിടെ പോയാലും നന്നായി വരും. ധൈര്യമായിരിക്കും. അവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമുക്കും അവരെ വേണ്ട. ശരിയല്ലേ? ശരി, വണ്ടി എടുത്തു. സത്യമായിട്ടും നമുക്ക് നമ്മുടെ കുടുംബമായിട്ട് ഒരു ബന്ധമില്ല. സത്യം നീ പറഞ്ഞേ. ഇനി എനിക്ക് നിങ്ങൾക്ക് ഞാൻ അത്ര തന്നെ. അങ്ങനെ പോരെ? അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ശരി, എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകും. അമ്പലത്തിലേക്കോ? സന്തോഷമായിട്ടിരിക്കെ ഐശ്വര്യമായിട്ട് പ്രവേശിച്ചോ? വീട് പണി തീർന്നിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം വാടക വേണ്ട. ലവ് മാരേജ് ആണോ?
ഇനി വേണമെങ്കിൽ ഒന്നോ രണ്ടോ ലവ് മാരേജ് കൂടി ചെയ്ത ഒരു പ്രശ്നവും ഇല്ല. വിചാരിക്കില്ലേ? അല്ല ഈ കല്യാണം അമ്പലത്തിൽ ചേർന്നോ അതോ രജിസ്റ്റർ ഓഫീസിൽ ഇങ്ങനൊരു ചേർന്നോ? വിടുവായനായി പോയി ഓ ഒന്നും അത് വിചാരിക്കില്ല സുന്ദരനാ കേട്ടോ. അത് മോളും പിടിക്കുക. കൊച്ചിനെ തൊടാതെ. നിന്നെ തൊടാൻ സമ്മതിക്കില്ല. തൊട്ട് മറ്റുള്ളവരെ അങ്ങോട്ട് പറ്റില്ല. നടക്കാം. ചുമ്മാ ഞാനൊന്ന് പറയട്ടെ. അതെ പിന്നെ ഈ വാടകയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ കൃത്യമായിട്ട് സഹായിച്ചോളാം. It's okay. എന്നെ വെറുതെ വിടരുത് കേട്ടോ. ആ വാ 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 ഞാൻ ഓക്കേടാ. ഓക്കെ പോടാ പോ. ബൈ കാർത്തിക്. ഓക്കെ ബൈ. ഹായ്. ന്യൂസ് പേപ്പർ അവിടെ വന്നില്ലേ? കണ്ണ് തുറക്കുമ്പോൾ കാണട്ടെ എന്ന് വെച്ച് കുളിച്ച് സാരി ഉടുത്ത് പൊട്ടും തൊട്ട് 15 മിനിറ്റായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് എന്നെ ഒന്നും നോക്കാതെ ന്യൂസ് പേപ്പർ ചോദിക്കുക. കണ്ടു, നീ സുന്ദരിയായിട്ടുണ്ട്. ന്യൂസ് പേപ്പർ അവിടെ? രാത്രി എന്തൊക്കെയോ പറഞ്ഞല്ലോ. സോറിടാ. എന്നെക്കാൾ ഇപ്പോൾ ഇറാഖിലെ കാര്യങ്ങൾ അറിയുന്നതാ മുഖ്യം അല്ലേ? ഇല്ല, എനിക്ക് എൻ്റെ പെണ്ണ് തന്നെ മുഖ്യം. ന്യൂസ് പേപ്പർ എവിടെടാ? ഇല്ല, രണ്ടും കൂടി ഇല്ല. ഭാര്യയാണോ അത് ഇറാഖാണോ എന്ന് പറ. അത് ഇറാഖ്. ഏയ്, കല്യാണം കഴിച്ചെന്ന് വെച്ച് ലോകം വരെ അറിയാൻ പാടില്ലെന്നാണോ? എന്നാ ചൂടുള്ള ന്യൂസ്. അയ്യോ, ഇതെന്താ ശക്തി? കൊച്ചു പിള്ളേരെ കൂട്ട്. ഇതെന്താ ഈ വീടിനകത്തൊക്കെ തീ? ഇയാള് ശരിയല്ല കേട്ടോ. കേറി വാ. ഇവിടുന്ന് മാറിക്കോ. അവിടെ തന്നെ ഇവിടെ താമസിക്കാൻ ശരിയാവില്ല. മാറ്. ആ താക്കോലിങ്ങതാ, താക്കോലിതാ. എന്താ ചേട്ടാ സ്വന്തം വീട് പോലെ കരുതിക്കോളാൻ പറഞ്ഞിട്ട് ഇപ്പൊ? ആരാ പറഞ്ഞത്? ഈള് വാടക തന്നിട്ടില്ല, സൊസൈറ്റി പണം അടച്ചിട്ടില്ല. നിങ്ങളും അങ്ങനെയല്ലേ? സീലിംഗ് ചെയ്തിട്ടില്ല, ചായ അടിച്ചിട്ടില്ല, സിമെന്റും പൂശിയില്ല. അതിന് വേണ്ടിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. ഇതെന്താ തീ? എന്നെ പേടിപ്പിക്കാനാ? ഞാനിപ്പോ എന്റെ ഭാര്യ വിളിക്കും. എന്താ ചേട്ടാ ഇത്? ഈള് 5 മാസത്തെ വാടക എനിക്ക് അഡ്വാൻസ് ആയിട്ട് തരാന്ന് പറഞ്ഞു. അത് ഈ 1-ാം തീയതി അല്ല, അടുത്ത 1-ാം തീയതി. ദിനേശ, ഇയാളെ പോലെ 1.5 ലക്ഷം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അടുത്ത് കളിക്കല്ലേ. ചേട്ടാ, ഇപ്പഴാ ഞാനൊരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്തത്. ഈ സോഫ്റ്റ്വെയർ അണ്ടർവെയർ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് വാടക പണം. അത് അറേഞ്ച് ചെയ്യും. പിന്നെ ഈ ലവ് സീൻസും ഡ്യൂറ്റും ഒക്കെ ബെഡ്റൂമിനകത്ത് വെച്ച് മതി. അല്ലാതെ സ്റ്റെയർ കേസിലും ടെറസിലും ഒന്നും വെച്ച് വേണ്ട. വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് ഓരോരുത്തം. ആരടാ? ഭാസ്കർ, ആ കാർഡിയൻ ഫയൽ ഏത് ഡയറക്ടറില്ല? ആസ്ട്രോ. നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നമ്മള് ഫോൺ ചെയ്തോണ്ടായിരിക്കുന്നത്. അവരെ ഇങ്ങോട്ട് വിളിക്കാത്തത് ആര്? ഏയ് ഫോൺ ഏയ്, കമോൺ ഫോൺ. കമോൺ. സാർ, പ്രോജക്ട് നമുക്ക് തന്നെ തരണേ. തിരുപ്പതി ഒന്ന് മുട്ട അടിച്ചേക്കാം ഇവന്റെ തലയ്ക്ക്. ഹലോ, യെസ്. ആ ഷൂ റോങ് നമ്പറാടോ. ഷിറ്റ്. എല്ലാം ഇപ്പം കാരണം മുട്ട അടിക്കാൻ പോകും. സോറി, പച്ചക്കറി വാങ്ങിക്കാൻ പോയതാ, ലേറ്റായി പോയി. 45 മിനിറ്റായി മനുഷ്യനോട് വെയിറ്റ് ചെയ്യുന്നു. സോറി. വാ. ലേറ്റ് ആവുമെങ്കിൽ ചായ മുകളിൽ വെച്ചിട്ട് പോയിരുന്നില്ലേ? കുറച്ച് ലേറ്റായി പോയി. അതിനിത്ര ദേഷ്യപ്പെടണോ? നീ എവിടെ പോയാലും എത്ര ലേറ്റ് ആയിട്ട് വന്നാലും ഞാൻ പുറത്ത് കാത്തു നിൽക്കണമെന്നാണ് പറയുന്നത്. ഞാനെന്താ വെറുതെ ചുറ്റിക്കറങ്ങാൻ പോയതാണോ? വല്ലതും വെച്ച് തരാനുള്ളത് വാങ്ങാൻ പോയതല്ലേ? അല്ലെന്നാരാ പറഞ്ഞേ? ഞാൻ അതിന് വെളിയിൽ കൂർക്കപ്പല കാവൽ നിൽക്കണോ? കല്യാണത്തിന് മുമ്പ് വെയിറ്റ് ചെയ്തില്ലേ 3 മണിക്കൂർ ബീച്ചിൽ? ഇപ്പൊ 10 മിനിറ്റ് പോലും പറ്റില്ലേ? അത് വേറെ. വേറെയോ? അതൊക്കെ കല്യാണത്തിന് മുമ്പുള്ള കാര്യമാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ പിന്നെ അത്രേ ഉള്ളോ? അതിനിപ്പോ ആരാ അങ്ങനെ പറഞ്ഞേ? നീ കഥ തുറക്ക്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ? കഥക്ക് തുറക്ക് ശക്തി. വാക്ക് മാറ്റരുത്. എടി കഥക്ക് തുറക്കാൻ. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞേ? നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞോ പുറത്ത് ഇല്ലയോ? വെച്ച് വെള്ളം ഉണ്ടാക്കണ്ട. വാ, നമുക്ക് അകത്തേക്ക് പോവാം. പറ കാർത്തിക്, ഉള്ളിലേക്ക് എന്തിനാ അങ്ങനെ പറഞ്ഞേ? പോ. ഇങ്ങതാ. ഇതിനു വേണ്ടി ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നത് അറിയോ? വിട്, വിട്. ഇപ്പൊ വേണ്ട. അതെന്താ? പട്ടാ പകല്. പകലാണെങ്കി ഇപ്പൊ എന്താ? വിട്ട് വഴക്കുണ്ടാക്കിട്ട് വെറുതെ കെട്ടിപ്പിടിക്കുന്നു. ഇതിനു വേണ്ടി തന്നെ ഞാൻ വഴക്കിട്ടത്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാ ഞാനിപ്പോ. കുളിച്ചിട്ട് പോലുമില്ല. സോ മാറ്. പറ്റില്ല, മാറ്. പറ്റില്ല, മാറ്. പറ്റില്ലെന്ന്. ഇതെന്താ? നമ്മൾ വഴക്കിടുന്ന ഡേറ്റ് കുറിച്ച് വെക്കാം. എന്തിന്? കല്യാണം കഴിഞ്ഞുള്ള ജീവിതം എന്താന്ന് കാണിക്കാൻ. ഇടി കള്ളി.